4.5 കോടി രൂപ അധികമായി ചിലവാക്കിയെന്ന PC ജോർജിന്റെ വെളിപ്പെടുത്തലിൽ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാൻ മുൻ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഫണ്ടിന്റെ ഉറവിടം അന്വേഷിക്കണം. PC ജോർജ് തിരുത്തി പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് എന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. റിപ്പോർട്ടറാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട PC ജോർജിന്റെ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കുറ്റം അദ്ദേഹം ചെയ്തതായി സ്വയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് അക്കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതകൾ കണ്ടെത്തി നിയമം അനുശാസിക്കും പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാനാണ്. ഒപ്പം തന്നെ തങ്ങളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു നിയമപരമായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സമീപനം കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരികയാണ്. അതൊരിക്കലും ഒരു പൊതുപ്രവർത്തകനെന്നല്ല, ആർക്കും ഭൂഷണമല്ല. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, PC ജോർജ് RSSന്റെ വേദിയിലെത്തി പറഞ്ഞ കണക്കിലാണ് ഈ 4.5 കോടിയുടെ കണക്ക്. അത് അദ്ദേഹം പിന്നീട് തിരുത്തി പറഞ്ഞു. പക്ഷേ തിരുത്തി പറഞ്ഞതിനെ നിലവിൽ LDF കണക്കിലെടുക്കുന്നില്ല. അതൊരു വെളിപ്പെടുത്തലായി എടുത്ത് അതിൽ അന്വേഷണം വേണം. അതുകൊണ്ട് കോടതിയും ഇലക്ഷൻ കമ്മീഷനെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് LDF. മധു, PC ജോർജിന്റെ തുറന്നു പറച്ചിലിൽ തിരുത്തി പറഞ്ഞതുകൊണ്ടായില്ല. കാരണം ശബ്ദിക്കുന്ന തെളിവുകൾ ഇതിനകം പബ്ലിക് ഡൊമൈനിലേക്ക് വന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും മതിയായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വാഭാവികമായും ഈ വിഷയം ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പൂഞ്ഞാറിലെ മുൻ MLAയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെയും സ്ഥാനാർത്ഥിയും ഒക്കെയായിരുന്ന കേരള കോൺഗ്രസ് M നേതാവ്, ഇടത് മുന്നണിയുടെ നേതാവ് കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സ്വാഭാവികമായും അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു തുറന്നു പറച്ചിലാണ്. ഒന്നാമതായി തിരഞ്ഞെടുപ്പിൽ ചിലവാക്കേണ്ട തുക സംബന്ധിച്ച് കണക്കുകളുണ്ട്. ആ കണക്കുകൾ തന്നെ കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഉള്ള തുക ചിലവഴിച്ചു എന്ന കാര്യം വെളിപ്പെടുത്തലായി തുറന്നു പറയുമ്പോൾ അത് സ്വാഭാവികമായും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് നിയമപരമായി തന്നെ എന്നത് കാണേണ്ട ഒരു കാര്യം. അപ്പോൾ അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി എന്ന നിലയ്ക്ക് വിശദമായ പരിശോധന നടത്തേണ്ടത്. ഈ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് പോലീസിനും പരിശോധനയാകാവുന്നതാണ്. സ്വാഭാവികമായും അത് വരും ദിവസങ്ങളിൽ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊഴിയുകയാണെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിനു കൂടി വഴി തുറക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തെ ഏറ്റുപിടിക്കാൻ ഇടതുമുന്നണി തയ്യാറാകുന്നു. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ രംഗത്ത് വരുന്നു. എന്ന് മാത്രമല്ല, ഇത് ഒരു നിയമപ്രശ്നം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് BJPക്ക് അകത്ത് തന്നെയുള്ള ആഭ്യന്തരമായ കഴിഞ്ഞ കുറച്ചു കാലമായി BJPക്കകത്ത് ആഭ്യന്തരമായി അവർ പരസ്യമായി നിഷേധിക്കുമ്പോഴും ആഭ്യന്തരമായി തുടരുന്ന ഈ വിവാദങ്ങളുടെ കൂടി ഒരു തുടർച്ചയായി അതിൽ പക്ഷേ ഒരു നിയമ പോരാട്ടത്തിന് ആദ്യമായി വേദിയാകുന്ന ഒരു സംഗതിയായി ഇത് മാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് ഉറപ്പായും ആ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതിൽ ഇനി ആരെങ്കിലും സാക്ഷി പറയാനില്ല, അത് തന്നെ താൻ തന്നെ തിരുത്തി പറഞ്ഞു എന്ന നിലയ്ക്കുള്ള വാദങ്ങൾ അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമെങ്കിലും രാഷ്ട്രീയമായി അത്ര എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല BJPയെ സംബന്ധിച്ചിടത്തോളവും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളവും എന്നത് പ്രധാനമാണ്. എന്നത് മാത്രമല്ല, BJPക്കകത്ത് ആഭ്യന്തരമായി ഇത് സംബന്ധിച്ച് രൂപപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിന് തുടക്കമിടുന്നു. അതിന്റെ ഭാവി എന്താകും എന്നത് മറ്റൊരു വിഷയമാണെങ്കിലും ഒരു നിയമ പോരാട്ടം പെട്ടെന്ന് തീരുന്ന ഒരു നിയമ പോരാട്ടമായിരിക്കില്ല അത്. മറ്റൊന്ന് രാഷ്ട്രീയമായി അത് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒന്നുകൂടിയായി മാറും എന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. PC ജോർജിന്റെ വെളിപ്പെടുത്തലിൽ നിയമ നടപടികളിലേക്ക് LDF.